പുതിയ ഭാഗത്തേക്ക് കടക്കുന്നു. ഇന്ത്യൻ പീനൽ കോഡിന്റെ ജനറൽ ഡിഫൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ക്ലാസ്സുകളുടെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. ജനറൽ ഡിഫൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. അതിൽ ജനറൽ ഡിഫൻസ് ഇന്ത്യൻ പീനൽ കോഡിലെ 4ാമത്തെ ചാപ്റ്ററിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാപ്റ്റർ 4ലാണ് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പീനൽ കോഡിന്റെ 4ാമത്തെ ചാപ്റ്ററിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ചോദിച്ചാൽ ജനറൽ ഡിഫൻസ് ആണ്. അപ്പൊ ജനറൽ ഡിഫൻസിനെ നമ്മൾ അറിയപ്പെടുന്നത് ജനറൽ എക്സെപ്ഷൻസ് എന്നാണ്. അപ്പൊ ജനറൽ എക്സെപ്ഷൻസും ജനറൽ ഡിഫൻസും ഒന്ന് തന്നെയാണ്. ഇത് ഇന്ത്യൻ പീനൽ കോഡിലെ 4ാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ പീനൽ കോഡിലെ 4ാമത്തെ ചാപ്റ്ററിൽ സെക്ഷൻ 76 മുതൽ 106 വരെയുള്ള സെക്ഷനുകളിലായിട്ടാണ് ഈ ജനറൽ എക്സെപ്ഷൻസുകൾ കിടക്കുന്നത്. ഇപ്പൊ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് സാധാരണഗതിയിൽ ഇന്ത്യൻ പീനൽ കോഡിലെ 511 സെക്ഷനുകളിൽ ഏതെങ്കിലുമൊക്കെ സെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ക്രൈമിന്റെ ഭാഗമായാൽ, ഒരു ഒഫൻസിന്റെ ഭാഗമായാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തു നിന്ന് ഒന്നുകിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കാനോ അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് മോചിതനാകാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതാണ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ജനറൽ ഡിഫൻസ് ജനറൽ എക്സെപ്ഷൻസ് ഒന്നു തന്നെയാണ്. ആദ്യം മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. മിസ്റ്റേക്കുകളിലൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഒഫൻസ് അല്ലെങ്കിൽ ഒരു ഒഫൻസിന്റെ ഭാഗമായി നമ്മൾ മാറിയത് ഒരു മിസ്റ്റേക്ക് കാരണമാണ്. ആ മിസ്റ്റേക്ക് കാരണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സെക്ഷൻ 76 മുതൽ 79 വരെയുള്ള സെക്ഷനുകളിലാണ് പെടുത്തുക. അപ്പോൾ സെക്ഷൻ 76 മുതൽ 79 വരെ എന്താണെന്ന് ചോദിച്ചാൽ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന ജനറൽ എക്സെപ്ഷൻസ് ആണ്. അതില് 77ഉം 78ഉം ജുഡീഷ്യൽ ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ ആക്ട് എന്ന് പറയുന്നത് കോടതിയുമായി ബന്ധപ്പെട്ട്, കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ ഓഫീസർമാരോ അല്ലെങ്കിൽ കോടതി നടപടികളിലോ അല്ലെങ്കിൽ പോലീസ് ഓഫീസർമാരോ ഈ കോടതി നടപടിയുടെ ഭാഗമായി ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിൽ സംഭവിച്ചാൽ അത് സെക്ഷൻ 78 ആവാം അല്ലെങ്കിൽ സെക്ഷൻ 77 ആവാം. ഇതിന് ഒരുമിച്ചിട്ടാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്നത്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന ഒരു ജനറൽ ഡിഫൻസ് ആണ് അല്ലെങ്കിൽ ജനറൽ എക്സെപ്ഷൻസ് ആണ്. 76 മുതൽ 79 വരെയാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വരുന്നത്. അതിനകത്തുള്ളതാണ് എന്ത്? ജുഡീഷ്യൽ ആക്ട് 77ഉം 78ഉം. അടുത്തത് ആക്സിഡന്റ് ആണ്. ആക്സിഡന്റിലൂടെ നമുക്ക് ഒരു ഒഫൻസിന്റെ ഭാഗമായി പോവുക അല്ലെങ്കിൽ ഒരു ക്രൈമിൽ നമ്മൾ പെട്ടുപോവുക. അതൊരു ആക്സിഡന്റിൽ സംഭവിക്കുന്നതാണെങ്കിൽ സെക്ഷൻ 80 ആണ്. അപ്പൊ സെക്ഷൻ 80 ഒരു ജനറൽ ഡിഫൻസ് ആണ്. അത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആക്സിഡന്റിനെ കുറിച്ചാണ്. അടുത്തത് ആബ്സെൻസ് ഓഫ് ക്രിമിനൽ ഇന്റൻഷൻ. നമ്മളൊരു ഒഫൻസിന്റെ ഭാഗമായി പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഇന്റൻഷൻ, ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ ഒരു മെൻസറിയ ഉണ്ടായിരുന്നില്ല. ഒരു IPCയുടെ ഏതെങ്കിലും ഒരു ക്രൈമിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് മെൻസറിയയും ആക്ടസ്രിയസും ഉണ്ടാവണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ക്രൈമിന്റെയോ ഒഫൻസിന്റെയോ ഭാഗമായി തീരുകയാണെങ്കിൽ ആബ്സെൻസ് ഓഫ് ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് സെക്ഷൻ 81 മുതൽ 86 വരെയും 92 മുതൽ 94 വരെയുമാണ്. അപ്പൊ IPC സെക്ഷൻ 81 മുതൽ 86 വരെ എന്ത് എന്ന് ചോദിച്ചാൽ അത് ആബ്സെൻസ് ഓഫ് ക്രിമിനൽ ഇന്റൻഷൻ ആണ്. 92 മുതൽ 94 വരെയും എന്താണ്? ആബ്സെൻസ് ഓഫ് ക്രിമിനൽ ഇന്റൻഷൻ ആണ്. അടുത്തത് മറ്റൊരു ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് എക്സെപ്ഷൻസ് റിലേറ്റഡ് ടു ദ കൺസെന്റ്. ഒരു കൺസെന്റോട് കൂടി ആരുടെയെങ്കിലും ഒക്കെ അനുവാദത്തെ കോടതി ഒരു ഉത്തരവ് പോലീസ് നടപ്പാക്കുന്നു. മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിലൂടെയാണ് സംഭവിച്ചത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറയുന്നത് എയുടെ സിമിലർ ആയിട്ടുള്ള പേരുള്ള BA ചിലപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കും. ദാറ്റ്സ് എ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്. പക്ഷേ അത് ആരുടെ നിർദ്ദേശാനുസരണമാണ്? ഒരു ജുഡീഷ്യറിയുടെ നിർദ്ദേശാനുസരണമാണ്. അപ്പോൾ എക്സെപ്ഷൻസ് റിലേറ്റ് ടു ദി കൺസെന്റ് ആണ്. അത് 87 മുതൽ 91 വരെ. അതായത് ഇവിടെ നമ്മൾ ആബ്സെൻസ് ഓഫ് ക്രിമിനൽ ഇന്റൻഷന്റെ ഇടയ്ക്ക് കുറെ സെക്ഷൻസ് നമ്മൾ ഒമിറ്റ് ചെയ്തിരുന്നു. അതായത് 81 മുതൽ 86 വരെ, പിന്നെ 92 മുതൽ 94 വരെയാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള 87 മുതൽ 91 വരെയുള്ളത് എന്താണ്? എക്സെപ്ഷൻസ് റിലേറ്റഡ് ടു ദി കൺസെന്റ് ആണ്. അടുത്തത് ട്രിഫ്ലിംഗ് ആയിട്ടുള്ള ആക്ട് ആണ് 95. ട്രിഫ്ലിംഗ് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? നിസ്സാരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സില്ലി ആയിട്ടുള്ള പെറ്റി ആയിട്ടുള്ള ഒരു ഒഫൻസുകൾ വരുന്നതാണ്, സില്ലി കേസുകൾ. അത് ഈ പറഞ്ഞതുപോലെ എന്താ സെക്ഷൻ 95 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സെക്ഷൻ 95 എന്താണ്? ട്രിഫ്ലിംഗ് ആക്ട് ആണ്. നിസ്സാരമായിട്ടുള്ള പ്രവർത്തികൾ. ഏറ്റവും അവസാനം 96 മുതൽ 106 വരെയുള്ള സെക്ഷൻസ് എന്താണ്? പ്രൈവറ്റ് ഡിഫൻസ് ആണ്. നമ്മുടെ
നമ്മുടെ ജീവനെ പ്രിവെന്റ് ചെയ്യും, നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ പ്രിവെന്റ് ചെയ്യാനുള്ള, ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നു, ഒരാൾ നമ്മളെ കൊല്ലാൻ വരുന്നു, ആ സമയത്ത് അയാളുമായിട്ടുള്ള മൽപ്പിടുത്തത്തിനിടയിൽ അയാൾ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഡിഫൻസിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ഒരാൾ ഡിസ്ട്രോയ് ചെയ്യാൻ വരുന്നു, ആ പ്രോപ്പർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളൊരു ക്രൈമിന്റെ ഭാഗമായി തീരുക, അങ്ങനെയൊക്കെയാണെങ്കിൽ അത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അപ്പോ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഡിഫൻസ്, ജനറൽ ഡിഫൻസ് ആണ്. ജനറൽ ഡിഫൻസ് നമ്മുടെ IPCയിലെ എത്രയാ 4ാമത്തെ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ജനറൽ ഡിഫൻസിന്റെ മറ്ററിയപ്പെടുന്ന ജനറൽ എക്സെപ്ഷൻസ് എന്നാണ്. സെക്ഷൻസ് 76 മുതൽ 106 വരെയാണ് സെക്ഷൻസ്. അതിനകത്ത് പ്രധാനപ്പെട്ട എന്താ പറയാ സെക്ഷൻസിനെ സബ് ഡിവൈഡ് ചെയ്തിരിക്കും. മിസ്റ്റേക്ക് ഓഫ് ആക്ട് 76 മുതൽ 79 വരെയും, അതിൽ തന്നെ ജുഡീഷ്യൽ ആക്ട് 77ഉം 78ഉമാണ്. ആക്സിഡന്റ് 80 ആണ്. ആബ്സെൻസ് ഓഫ് ക്രിമിനൽ ഇന്റൻഷൻ 81 മുതൽ 86 വരെയും 92 മുതൽ 94 വരെയും. എക്സെപ്ഷൻസ് റിലേറ്റഡ് ദ കൺസെന്റ് ആണെങ്കിൽ 87 മുതൽ 91 വരെയാണ്. പിന്നീട് ട്രിപ്ലിംഗ് ആക്ട് 95 ആണ്, സെക്ഷൻ 95. പ്രൈവറ്റ് ഡിഫൻസ് 96 മുതൽ 106 വരെ. പറഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് തുടർച്ചയായിട്ട് പ്രധാനപ്പെട്ട കുറെ സെക്ഷൻസ് കൂടി നമ്മൾ പറയുന്നു. എക്സെപ്ഷൻസ് കഴിഞ്ഞിട്ടുള്ള 106 കഴിഞ്ഞതിന് ശേഷമുള്ള സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത്, ആ കൂട്ടത്തിൽ ഒന്നാമത്തേത് 107ാമത്തെ സെക്ഷനാണ്. IPC 107 അല്ലെങ്കിൽ 107 എന്ന് പറയുന്നത് അബറ്റ്മെന്റ് ആണ്. അബറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരാളെ പ്രേരിപ്പിക്കുക, സൂയിസൈഡിനെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരാൾ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുക, ഇങ്ങനെയുള്ള അബറ്റ്മെന്റിനാണ് 107. അപ്പൊ ഒരു ക്രൈം ചെയ്തിരിക്കുന്ന ആളിന് കിട്ടുന്ന ശിക്ഷയ്ക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കുറവായിട്ടുള്ള ശിക്ഷ ഈ അബറ്റ്മെന്റ് ചെയ്ത ആളിനും കിട്ടാറുണ്ട്. അപ്പൊ അബറ്റ്മെന്റ് 107ാമത്തെ സെക്ഷനാണ്. IPC സെക്ഷൻ 107 ആണ് അബറ്റ്മെന്റ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട സെക്ഷൻ 120A ആണ്. അത് കോൺസ്പിറസി ആണ്. അതായത് ഒരു ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത് രഹസ്യമായിട്ട് ഇരുന്നു കൊണ്ട് ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്യാൻ, ഒരു ഒഫൻസ് ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തുക. ആ ഗൂഢാലോചന നടത്തുന്നതാണ് എന്ത് 120A എന്ന് പറയുന്ന സബ്സെക്ഷൻ, അല്ലെങ്കിൽ 120 സബ്സെക്ഷൻ A. അത് പറയുന്നത് കോൺസ്പിറസിയെ കുറിച്ചാണ്. അപ്പോൾ 107 പറയുന്ന അബറ്റ്മെന്റിനെ കുറിച്ചാണ്. രണ്ടാമത്തെ 120A 120A IPC കോൺസ്പിറസിയെ കുറിച്ച് പറയുന്നു. 120B എന്ന് പറയുന്നത് ഈ കോൺസ്പിറസിക്ക് ലഭിക്കുന്ന പണിഷ്മെന്റ് ടു ദ കോൺസ്പിറസിക്ക് ലഭിക്കുന്ന പണിഷ്മെന്റിനെ കുറിച്ചാണ് 120B പറയുന്നത്. അടുത്ത 121 ആണത് ഓൾറെഡി നമ്മൾ എന്താ പറയുക ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വേജിംഗ് വാർ ടു ദ ഗവൺമെന്റിനെതിരെ, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന 121. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കൂടുതലായി വിശദീകരിക്കുന്നില്ല. 141ാമത്തത് അൺലോഫുൾ അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം വെച്ചോ അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടാകുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻസ് നടത്തുന്നതിന് വേണ്ടിയോ, ഇതൊക്കെ ആളുകളെല്ലാം കൂടി അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു, രഹസ്യമായിട്ട് എന്ത് ചെയ്യുന്നു, അൺലോഫുൾ ആയിട്ടുള്ള നിയമവിരുദ്ധമായിട്ട് അസംബ്ലി ചെയ്യുന്നത് 141ാമത്തെ സെക്ഷനാണ്. 141 സെക്ഷൻ 141 അൺലോഫുൾ അസംബ്ലിയാണ്. അടുത്ത 159 അത് അഫ്രേ, അതായത് ഒരു പൊതുശല്യമായി നിൽക്കുക, ഒരു പൊതുശല്യമായിട്ട് നിൽക്കുന്നതാണ് 159. അത് ഉദാഹരണത്തിന് ഒരു പൊതുസ്ഥലത്ത് രണ്ട് A എന്നും B എന്ന് പറയുന്ന ആൾ തമ്മിൽ വഴക്കുണ്ടാവുകയോ അവർ തമ്മിൽ അടിയോ അക്രമമോ ഒക്കെ ഉണ്ടാവുകയും ചെയ്യാം, അല്ലെങ്കിൽ കത്തിക്കുത്തുണ്ടാവുകയും ചെയ്യാം. അപ്പൊ ഇത് മറ്റുള്ള ആളുകളുടെ സമാധാനപരമായ യാത്രയ്ക്കും ജീവിതത്തിനും തടസ്സമാകുന്നു. അതാണ് 159 അഫ്രേ എന്ന് പറയുന്ന സെക്ഷനാണ്. 159ാമത്തെ IPC. ഇതൊരു പൊതുസ്ഥലത്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അക്രമമോ അല്ലെങ്കിൽ അതിന് സമാനമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇടുന്ന സെക്ഷനാണ് 159. ഇനി 199 അത് നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞിട്ടുള്ളതാണ്. ഫോൾസ് എവിഡൻസുകൾ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ തെറ്റായ രേഖകൾ ഉണ്ടാക്കി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയോ ഒരാളെ ശിക്ഷിക്കുകയോ ഒക്കെ ഇടയാകുന്ന സാഹചര്യം, ഇതൊക്കെ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 191 അത് ഫാൾസ് ആയിട്ടുള്ള തെറ്റായ രേഖകൾ ഉണ്ടാക്കലാണ്. അടുത്തത് പബ്ലിക് ന്യൂയിസൻസ് ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പൊതുസ്ഥലത്ത് തെറി വിളിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഒച്ചത്തിൽ പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പാതിരാത്രിയിൽ ഒരു വീട്ടിൽ ഉണ്ടാവും വളരെ ഒച്ചത്തിൽ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള മൈക്രോഫോൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശല്യമായി തീരുക, അങ്ങനെയാണെങ്കിൽ അത് പബ്ലിക് ന്യൂയിസൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. 168 ആണ് IPC സെക്ഷൻ. 168ാമത്തെ സെക്ഷൻ എന്തിനെ കുറിച്ച് പറയുന്നത് ചോദിച്ചാൽ പബ്ലിക് ന്യൂയിസൻസ്. ഇത് രണ്ട് ഏകദേശം ഒന്നാണ്. 159ഉം 268. 159 അത്ര കഠിനമല്ല. അതൊരു ആളുകളെ അത്ര പ്രത്യക്ഷമായി നേരിട്ട് ബാധിക്കില്ല.
ജനങ്ങളെ അങ്ങനെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമല്ല ഫ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോക്ഷമായി ബാധിച്ചേക്കാം. എന്നാൽ ഇതല്ല, ഇത് തൊട്ടടുത്തുള്ള ആളുകൾക്ക് നേരിട്ട് ബാധിക്കുന്നതാണ് 268 പബ്ലിക് ന്യൂയിസൻസ്. ഇനി 299 300 വളരെ പ്രധാനപ്പെട്ടാണ് കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ രണ്ടോട് ഒരുമിച്ചിട്ടാണ് പറയുക. 299 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോധപൂർവ്വം ഒരാളെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ മരണത്തിന് സമാനമായ അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി ഒരു പ്രവൃത്തി ചെയ്യുക. അപ്പൊ ഉദാഹരണത്തിന് ഒരു വലിയ കുഴി ഉണ്ടാക്കുക, ആ കുഴിയിൽ അയാളെ വീഴ്ത്തി അയാൾക്ക് അപകടം ഉണ്ടാക്കി അല്ലെങ്കിൽ മരണത്തിന് കാരണമാക്കി തീരാൻ ഇടയാകുന്ന സാഹചര്യം ഉണ്ടാക്കുക. അപ്പൊ അതാണ് 299. അപ്പൊ അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. അതുപോലെ അതിനേക്കാൾ കുറച്ച് നേരിട്ട് ഒരാൾ അറ്റാക്ക് ചെയ്യുക, അതാണ് മർഡർ 300. ഇപ്പൊ 299 300 ഒരുപോലെയാണ്, രണ്ടും ഒരേ രീതിയിൽ പരിഗണിക്കണം എന്നുള്ള രീതിയിലാണ് പല കോടതി വിധികളും ഉണ്ടായിട്ടുള്ളത്. 299 കൾപ്പബിൾ ഹോമിസൈഡും 300 മർഡറുമാണ്. എന്നാൽ ഈ 300 എന്ന് പറയുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 300-ൽ രക്ഷപ്പെടാൻ ചില എക്സെപ്ഷൻസുകൾ ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. തൊട്ട് മുമ്പ് നമ്മൾ ഈ എന്താ പറയാ ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളവിടെ പറഞ്ഞതാണ്. അത് ഗ്രേവ് ആയിട്ടുള്ള സഡൻ പ്രൊവോക്കേഷൻ ഒരു കാരണം, സഡൻ ആയിട്ടുള്ള ഒരു പ്രൊവോക്കേഷൻ. ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ എത്തിക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ജാമ്യം അനുവദിക്കുമ്പോഴും അല്ലെങ്കിൽ അയാൾ കോടതിയുടെ ചാർജ് ഷീറ്റ് വായിക്കുമ്പോഴും ഒക്കെ പ്രധാനമായി കോടതി പരിഗണിക്കുന്ന ഒരു കാര്യമാണ് അയാൾക്ക് പ്രിസിഡൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതേ പ്രവൃത്തി അയാൾ നേരത്തെ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കാലങ്ങളിൽ ഇയാൾക്കെതിരെ കേസുണ്ടോ, ഇതൊക്കെ പരിഗണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പരിഗണിക്കുമ്പോൾ അങ്ങനെ ഇല്ല എങ്കിൽ ഇയാളെ അത്ര പെട്ടെന്നുള്ള ഒരു എന്താ പറയാ ഒരു പ്രൊവോക്കേഷന്റെ അടിസ്ഥാനത്തിൽ അയാൾ അങ്ങനെ ചെയ്തതാണെന്ന് വേണമെങ്കിൽ കോടതിയെ ഒരു അഡ്വക്കേറ്റിന് ബോധ്യപ്പെടുത്താനാവും. അപ്പോൾ അത് ഈ 300-ൽ നിന്ന് രക്ഷപ്പെടാനുള്ള ജനറൽ എക്സെപ്ഷൻസ് ആണ്. എങ്ങനെ സഡൻ പ്രൊവോക്കേഷൻ, ഗ്രേവ് സഡൻ പ്രൊവോക്കേഷൻ. അതല്ലെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസിന്റെ ഭാഗമായി എന്നെ ആക്രമിക്കാൻ വരുന്നത് എന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ തിരിച്ചറ്റാക്ക് ചെയ്തു, അങ്ങനെ പറയാം. അപ്പൊ അതൊരു പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് 300-ൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. അടുത്തത് പബ്ലിക് സർവന്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി. അയാൾക്ക് എന്താണ് ലീഗൽ റൈറ്റ് ഉണ്ടായിരിക്കണം, ഒരു ആക്ഷൻ എടുക്കാനുള്ള. ഉദാഹരണം പോലീസുകാർ, പട്ടാളക്കാർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ലീഗൽ റൈറ്റ് ഉണ്ട് എന്താ ഒരു ആക്ഷൻ എടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള പബ്ലിക് സർവന്റ് ഹാവ് ലീഗൽ പവർ. അങ്ങനെ പബ്ലിക് സർവന്റ് ഹാവ് ലീഗൽ പവർ അങ്ങനെയാണെങ്കിൽ 300-ൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി സഡൻ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടാവുക, സഡൻ പ്രൊവോക്കേഷൻ പോലെ തന്നെയാണ് സഡൻ ഫൈറ്റ്. ഇങ്ങനെ സഡൻ ഫൈറ്റും 300-ൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാണ്. ഏറ്റവും അവസാനം ഒരു കൺസെന്റിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം കീഴ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന പ്രവൃത്തി, ഇതെല്ലാം കൺസെന്റ് ആണ്. കൺസെന്റും ഈ 300-ൽ നിന്ന് രക്ഷപ്പെടാനുള്ള എക്സെപ്ഷൻസുകളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട സെക്ഷൻസ് നമ്മൾ പറഞ്ഞ 107 അബറ്റ്മെന്റ് ആണ്, 120A കോൺസ്പിറസി ആണ്, 120B പണിഷ്മെന്റ് ടു കോൺസ്പിറസി ആണ്, 121 വേജിംഗ് വാർ അഗൈൻസ്റ്റ് ഗവൺമെന്റ് ആണ്, 141 അൺലോഫുൾ അസംബ്ലി ആണ്, 159 അഫ്രേ ആണ് ശല്യം, 191 ഫാൾസ് എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, 268 പബ്ലിക് നോയിസൻസ് ആണ്, 299 300 പരസ്പര ബന്ധമുള്ളതാണ്, 299 കൾപ്പബിൾ ഹോമിസൈഡും 300 മർഡറുമാണ്. മർഡറിൽ നിന്ന് രക്ഷപ്പെടാൻ, കൾപ്പബിൾ ഹോമിസൈഡിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ആവാം, അല്ലെങ്കിൽ പബ്ലിക് സർവന്റ് ഹാവ് ലീഗൽ പവർ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസ് ആവാം, സഡൻ ഫൈറ്റ് ആവാം, കൺസെന്റ് ആവാം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ 300-ൽ നിന്ന് ഒഴിവാക്കപ്പെടാം. അടുത്തത് 304A ആണ്. 304A എന്നതിനെ കുറിച്ച് കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസിൽ അശ്രദ്ധ നിമിത്തം ഒരാൾ മരണപ്പെടാനിടയാവുകയാണെങ്കിൽ അത് 304A ആണ്. 304B പറയുന്നത് ഡൗറി ഡെത്ത് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് 304B. 304B ഡൗറി ഡെത്ത് ആണ്. 304 ഡൗറി ഡെത്ത്. അടുത്ത 307 അറ്റംപ്റ്റ് ടു മർഡർ, ഒരാളെ കൊല്ലാൻ വേണ്ടി അറ്റംപ്റ്റ് നടത്തുക. 307 308 ഏകദേശം ഒരുപോലെ തന്നെയാണ്. അറ്റംപ്റ്റ് ടു മർഡർ 307, അറ്റംപ്റ്റ് ടു കൾപ്പബിൾ ഹോമിസൈഡ് 308. ഇനി 319 ഹർട്ടാണ്, 320 ഗ്രേവിയസ് കട്ടാണ്. ഹർട്ട് ഗ്രേവിയസ് കട്ട് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, താഴെ പറയുന്നത് ആണെങ്കിൽ അവ ഗ്രേവിയസ് കട്ട് ആയിരിക്കും. എന്താണ് താഴെ പറയുന്നത്? ഒന്ന് ഇമാസ്കുലേഷൻ ആണ്. ഒരാള് ഇരയാക്കപ്പെട്ട ഒരാള് ഇമാസ്കുലേഷൻ കണ്ടീഷനിലാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? അത് ഗ്രേവിയസ് കട്ടാണ്. കട്ടല്ല 307, 319 അല്ല 320 ആണ്. അടുത്തത് പെർമനന്റ് പ്രിവെൻഷൻ ഓഫ് അല്ലെങ്കിൽ പെർമനന്റ് ലോസ് ഓഫ് ഐ
സൈറ്റ്. ഐ സൈറ്റിന് എന്താണ് പെർമനന്റ് ആയിട്ട് ലോസ് സംഭവിച്ചാൽ, പെർമനന്റ് ആയിട്ട് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടാൽ അത് ഗ്രേവിയസ് കട്ടാണ്, 320 ആണ്. അവിടെ പെർമനന്റ് ലോസ് ഓഫ് ഹിയറിംഗ്, കേൾവി ശക്തി നഷ്ടപ്പെടുകയാണെങ്കിൽ, ഒരാളുടെ അക്രമത്തിന് ഫലമായിട്ട് ഒരാളുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടാൽ അത് 320 ഗ്രേവിയസ് കട്ടാണ്. അടുത്ത പ്രിവെൻഷൻ ഓഫ് ദി എനി മെമ്പർ ഓർ ജോയിന്റ്സ്, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഗ്രേവിയസ് കട്ടാണ്. പിന്നെ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേവിയസ് കട്ടാണ്. പിന്നെ ഡിസ്ഫിഗർ ഓഫ് ഹെഡ് ഓർ ഫേസ്, അതായത് മുഖമോ തലയോ അതിന് ഡിസ്ഫിഗർ സംഭവിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവുക, അത് ഗ്രീവിയസ് കട്ടാണ്, 320. അതുപോലെ തന്നെ ഫ്രാക്ചർ, ബോണിനും ടൂത്തിനും, അതായത് എല്ലിനും പല്ലിനും എന്താണ് ഫ്രാക്ചർ സംഭവിക്കുകയാണെങ്കിൽ അത് ഗ്രീവിയസ് കട്ടാണ്. പിന്നെ എനി ഹർട്ട് വിച്ച് എൻഡേഞ്ചർ ഇൻ ലൈഫ്, എങ്ങനെ മോർ ദാൻ 20 years ഓഫ് ഹിസ് ഹോസ്പിറ്റലൈസേഷൻ ഓർ ബെഡ്, ഒരാൾ 20 ദിവസത്തിൽ കൂടുതൽ ബെഡിൽ കിടക്കേണ്ടി വരികയാണ്, വേദന അനുഭവിച്ചുകൊണ്ട് 20 ദിവസത്തിൽ കൂടുതൽ ഒരാൾ ബെഡിൽ കിടക്കേണ്ടി വരികയാണെങ്കിൽ, ഹോസ്പിറ്റലൈസേഷന് വിധേയമാവുകയാണെങ്കിൽ അയാളും എന്താണ്? ഹർട്ടല്ല, ഗ്രീവിയസ് കട്ടാണ്. അപ്പം ഹർട്ട് ഗ്രീവിയസ് കട്ടായി മാറണമെങ്കിൽ ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉണ്ടാവണം. ഹർട്ട് 319 ആണെങ്കിൽ ഗ്രീവിയസ് കട്ട് 320 ആണ്. 320 ആവണമെങ്കിൽ ഒന്നുകിൽ മാസ്കുലേഷൻ ആയിരിക്കണം, അതല്ലെങ്കിൽ എന്താണ് പെർമനന്റ് ലോസ് ഓഫ് ദി ഐസൈറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പെർമനന്റ് ലോസ് ഓഫ് ദി ഹിയറിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഡിസ്ഫിഗറേഷൻ ആവണം, അല്ലെങ്കിൽ ലോസ് ഓഫ് എനി ജോയിന്റ്, അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് ബോഡി ആയിരിക്കണം, അതല്ലെങ്കിൽ എന്താണ് ഡിസ്ഫിഗർ ഓഫ് ദി ഹെഡ് ഓർ ഫേസ് ആയിരിക്കണം, അതും അല്ലെങ്കിൽ എന്താണ് ഫ്രാക്ചർ ഓഫ് ബോൺ ആൻഡ് ടൂത്ത് ആയിരിക്കണം. ഒന്നുമല്ലെങ്കിൽ ഏറ്റവും അവസാനം എനി ഹർട്ട് വിച്ച് എൻഡേഞ്ചർ ഇൻ ലൈഫ് മോർ ദാൻ 20 days ഓഫ് ബെഡ്, അല്ലെ, വിത്ത് എന്താ സിവിയർ പെയിൻ, വലിയ പെയിനോട് കൂടി 20 ദിവസത്തിൽ കൂടുതൽ ബെഡിൽ കഴിയേണ്ടി വരികയാണെങ്കിൽ അതും ഗ്രീവിയസ് കട്ടിന്റെ ഭാഗം. ഇന്നത്തെ ഈ ക്ലാസ് നമ്മൾ ഏകദേശം പ്രധാനപ്പെട്ട സെക്ഷൻസിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി 511 ബാക്കി ഏതാനും ഒരു ക്ലാസ്സോട് കൂടി അത് അവസാനിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടാവും കരുതുന്നു. താങ്ക് യു വെരി മച്ച്.